So welcome back to the channel. So നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് മൊഡ്യൂൾ 2 ൽ തന്നെ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് അതായത് ഷെഡ്യൂളിംഗ്. നമ്മൾ ഷെഡ്യൂൾ അൽഗോരിതം സ്റ്റാർട്ട് ചെയ്തു. അതിൽ ഫസ്റ്റ് നമ്മൾ ഷെഡ്യൂളിംഗ് പഠിച്ചു, FCFS ഷെഡ്യൂളിംഗ് പഠിച്ചു. ഇനി പഠിക്കാൻ പോകുന്നത് SJF ഷെഡ്യൂളിംഗ് അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് ഷെഡ്യൂളിംഗ് എന്താണെന്ന് നോക്കാം. Till now we were scheduling the processes according to the arrival time. ഇത് അതായത് FCFS വരെ നമ്മൾ പ്രോസസ്സ് ഷെഡ്യൂൾ ചെയ്ത് എങ്ങനെയാണ് അറൈവൽ ടൈം ബേസ് ചെയ്താണ്. However, the SJF scheduling algorithm schedules the processes according to the best. അപ്പോൾ SJFസിലുള്ള പ്രത്യേകത എന്താണ്? അൽഗോരിതംസ് അതായത് പ്രോസസ്സസ് ഷെഡ്യൂൾ ചെയ്യണത് എങ്ങനെയാണ്? ബേസ്റ്റ് ടൈം അനുസരിച്ചായിരിക്കും. In SJF scheduling, the process will be the process with the lowest burst time among the list of the available process in the ready queue is going to schedule this. ഏറ്റവും കുറവ് ബേസ്റ്റ് ടൈം ഉള്ളതായിരിക്കും ആദ്യം റെഡി ക്യൂവിൽ നിൽക്കുന്ന പ്രോസസ്സിൽ ഏറ്റവും കുറവ് ബേസ്റ്റ് ടൈം ഉള്ളതായിരിക്കും ആദ്യം ഷെഡ്യൂൾ ചെയ്യുന്നത്. However, it is very difficult to predict the burst time needed for a process. Hence, this algorithm is very difficult to implement in the system. ഒരു സിസ്റ്റത്തിൽ ഈ ഒരു അൽഗോരിതം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടാണ്. കാരണം ഇതെങ്ങനെ നമുക്ക് ബേസ്റ്റ് ടൈം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓരോ പ്രോസസ്സിന് എത്ര ബേസ്റ്റ് ടൈം വേണം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് ഈ ഒരു ഷെഡ്യൂളിംഗ് സിസ്റ്റത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കുറച്ച് പാടാണ്. മെയിൻ അഡ്വാൻറ്റേജസ് ഓഫ് SJFs പറയുന്നത് മാക്സിമം ത്രോട്ട്പുട്ട് ഉണ്ട്, മിനിമം ആവറേജ് വെയിറ്റിംഗ് ടൈം ആൻഡ് ടേൺ അറൗണ്ട് ടൈം ഉണ്ട്. ഡിസഡ്വാൻറ്റേജ് വന്നിട്ട് മേ സഫർ വിത്ത് എ പ്രോബ്ലം സ്റ്റാർവേഷൻ ഉണ്ടാവും. അതേപോലെ ഇറ്റ് ഈസ് നോട്ട് ഇംപ്ലിമെൻറ്റബിൾ ബിക്കോസ് ദ എക്സാക്ട് ബേസ്റ്റ് ടൈം ഫോർ പ്രോസസ് കനോട്ട് ബി നോൺ ഇൻ അഡ്വാൻസ്. നമുക്ക് നേരത്തെ ഒരു പ്രോസസ്സിൻ്റെ ബേസ്റ്റ് ടൈം നമുക്ക് അറിയാൻ പറ്റത്തില്ല. അതാണ് ഏറ്റവും വലിയൊരു ഡിസഡ്വാൻറ്റേജ് ഓഫ് SJF. നമുക്കൊരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നോക്കാം, എങ്ങനെയാണ് SJF ഷെഡ്യൂളിംഗ് വഴി പ്രോസസ്സ് ഷെഡ്യൂൾ ചെയ്യുന്നത്. സോ നോക്കിയേ, ഇതാണ് നമ്മുടെ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ. SJFs വെച്ച് ചെയ്യാനുള്ളൊരു പ്രോസസ്സ് 5 പ്രോസസ്സും ഉണ്ട്, അതിൻ്റെ അറൈവൽ ടൈമും തന്നിട്ടുണ്ട്, ബേസ്റ്റ് ടൈമും തന്നിട്ടുണ്ട്. നമ്മളിത് SJF ഷെഡ്യൂളിംഗ് വെച്ച് എന്ത് ചെയ്യണം? ഷെഡ്യൂൾ ചെയ്യണം. അതുപോലെ ഇതിൽ നമ്മൾ നേരത്തെ FCFSൽ കണ്ടുപിടിച്ചതുപോലെ തന്നെ CT, TAT എല്ലാം കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. സോ നമുക്ക് ചെയ്തു നോക്കാം. നമ്മൾ FCFS ചെയ്തതുപോലെ തന്നെ SJF ഷെഡ്യൂളിൽ 9 കോളം കൊടുത്തിട്ടുണ്ട്. പ്രോസസ് AT, PT, CT, TAT, WT, RT, AT, AWT എല്ലാം കൊടുത്തിട്ടുണ്ട്. നമ്മൾ ക്വസ്റ്റ്യനിൽ എന്തൊക്കെ തന്നിട്ടുണ്ട്? പ്രോസസ്സും ATയും BTയും തന്നിട്ടുണ്ട്. അത് അതേപോലെ ഫസ്റ്റ് കോളം ഫില്ല് ചെയ്യാം. ഫസ്റ്റ് എത്ര പ്രോസസ്സ് ഉണ്ട്? നമുക്ക് 5 പ്രോസസ്സ് ഉണ്ട്. P1, P2, P3, P4 ആൻഡ് P5 5 പ്രോസസ്സ് എഴുതി. ഇനി എൻ്റെ AT എഴുതാം. 2, 1, 4, 0, 2. BT എഴുതാം. 1, 5, 1, 6, 3. അപ്പോൾ നമ്മൾ AT എഴുതി, BT എഴുതി. നമുക്ക് കണ്ടെത്തേണ്ടത് എന്താണ്? CT, അതായത് കംപ്ലീഷൻ ടൈം. നമുക്കറിയാം കംപ്ലീഷൻ ടൈം നമ്മൾ എങ്ങനെയാണ് FCFSൽ കണ്ടെത്തിയത്, അതുപോലെ സെയിം തന്നെയാണ് SJFSൽ. നമ്മൾ GAN ചാർട്ട്, അതിൽ ജാൻ ചാർട്ട് വരച്ചാണ് നമ്മളത് കണ്ടെത്താൻ പോകുന്നത്. സോ നമുക്കൊന്ന് GAN ചാർട്ട് വരയ്ക്കാം. ഓക്കെ, അപ്പോൾ GAN ചാർട്ട് നമുക്ക് വരയ്ക്കാം. GAN ചാർട്ട് ആദ്യം നോക്കിയേ. ആദ്യം നമ്മൾ പറഞ്ഞു അറൈവൽ ടൈം നോക്കിയാണ് നമ്മൾ GAN ചാർട്ട് ഫില്ല് ചെയ്യുന്നതാണ്. അറൈവൽ ടൈം 0 ഉള്ളത് 6ആണ്, P4നാണ് 0 ഉള്ളത് അല്ലേ. അപ്പോൾ ആദ്യം ആര് എൻ്റർ ആവും GAN ചാർട്ടിൽ? P4 എൻ്റർ ആവും. സോ ഇവിടെ പറഞ്ഞത് ഏതാണ്? P4. 0 തൊട്ട് എൻ്റെ ബേസ്റ്റ് ടൈം എത്രയാണ്? 6. അപ്പോൾ 0 തൊട്ട് എൻ്റെ കംപ്ലീഷൻ ടൈം എത്ര വരും? 6. നെക്സ്റ്റ് ഇതിനെക്കാട്ടി കൂടുതൽ അറൈവൽ ടൈം പറയുന്നത് P2 ആണ്. അപ്പോൾ നെക്സ്റ്റ് കയറാൻ പോകണമായിരിക്കും P2 ആണോ P1 ആണോ? P1 ആണോ P2 ആണോ? വ്യത്യാസമുണ്ട്, വെയിറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ FCFSൽ നമ്മൾ പഠിച്ചത് എന്താണ്? ബേസ്റ്റ് ടൈം വെച്ചാണോ അറൈവൽ ടൈം വെച്ചാണോ GAN ചാർട്ട് ചെയ്ത? അറൈവൽ ടൈം വെച്ചാണ്. പക്ഷേ ഇവിടെ നമ്മൾ കൊടുക്കാൻ പോകുന്നത് ബേസ്റ്റ് ടൈം വെച്ചാണ്. എന്നാലും നമ്മൾ GAN ചാർട്ടിൽ ആദ്യം ആഡ് ചെയ്യുമ്പോൾ 0 വെച്ച് ചെയ്യുള്ളൂ. അതായത് അറൈവൽ ടൈം വെച്ച് GAN ചാർട്ട് തുടങ്ങത്തുള്ളൂ. ബാക്കിയുള്ള പ്രോസസ്സ് ബേസ്റ്റ് ടൈം ഏറ്റവും കുറവായിരിക്കും ആദ്യം വരണം. സോ ഇതിൽ ഏറ്റവും കുറവ് ബേസ്റ്റ് ടൈമാണ് നോക്കേണ്ടത്. അതായത് ഈ കോളം വേണം നോക്കാൻ. ഇതിൽ ഏറ്റവും കുറവ് ബേസ്റ്റ് ടൈം ആർക്കാണ്? P3ക്കുണ്ട്, P1നുണ്ട്. അഫ്കോഴ്സ് P1ൻ്റെ P3യുടെ അറൈവൽ ടൈം നോക്കാം. അങ്ങനെ ഒരേപോലെ വന്നാൽ, അതായത് ബേസ്റ്റ് ടൈം ഒരേപോലെ 2 പ്രോസസ്സിന് വന്നാൽ ഏറ്റവും കുറവ് ഏതെന്ന് അറിയാൻ വേണ്ടി എൻ്റെ അറൈവൽ ടൈം നോക്കാം. P3യുടെ ആണെങ്കിൽ 4, P1 ആണെങ്കിൽ 2. അപ്പോൾ നമ്മൾ ഇതിൽ ഏത് ചൂസ് ചെയ്യും? P2 ആണ് നെക്സ്റ്റ് ചൂസ് ചെയ്യണം. അപ്പോൾ P4 കഴിഞ്ഞാൽ ആര് വരും? P1. P1ൻ്റെ അറൈവൽ ടൈം 2, ബേസ്റ്റ് ടൈം 1. ആഡ് ചെയ്യുന്ന ഏതായിരിക്കും? ബേസ്റ്റ് ടൈം ആയിരിക്കും. അപ്പോൾ 6 + 1 7. മനസ്സിലായോ? ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കണം ഏറ്റവും കുറവ്. നമ്മൾ P1 എടുത്തു അല്ലേ, ഇതും എടുത്തു, P4 എടുത്തു. ഇനി നമുക്ക് എടുക്കാനുള്ളത് P2, P3, P5. ഈ കൂട്ടത്തിലുള്ള ഏറ്റവും അതായത് നമ്മൾ P1 വരെ നോക്കിയാൽ ഇനി അടുത്ത ബേസ്റ്റ് ടൈം കൂടുതൽ ആർക്കാണ്? 3 ഉണ്ട്, 1 ഉണ്ട്, 5. അടുത്തിനി ഏതായിരിക്കും? 3.
ഇവിടെ P3 കിടക്കില്ല, അതിന് 1 അല്ലേ ഉള്ളൂ, അപ്പോൾ P3 ആയിരിക്കും നെക്സ്റ്റ് എടുക്കണം. സോ P3 അടുത്ത് വരും. അതിൻ്റെ അറൈവൽ ടൈം 4 ആണ്, ബേഴ്സ്റ്റ് ടൈം 1 ആണ്. ബേഴ്സ്റ്റ് ടൈം ആണ് ഇൻക്രീസ് ചെയ്യണം. സോ 7 + 1 8. മനസ്സിലായോ? ഇനി P3 വരെ എത്തി. അത് കഴിഞ്ഞ് നമുക്ക് P3 ആയി. ഇനി നമുക്ക് നെക്സ്റ്റ് ഏതാണുള്ളത്? P2ഉം P5. P2ഉം P5യിൽ ഏറ്റവും കുറവ് ബേഴ്സ്റ്റ് ടൈം ആർക്കാണ്? P5ക്കാണ്. P5 3 ഉള്ളൂ. സോ നമ്മൾ ഏതെടുക്കും? P5 എടുക്കും. അപ്പോൾ P3 കഴിഞ്ഞ് ആരെടുത്ത് എൻട്രി? P5. P5യുടെ ബേഴ്സ്റ്റ് ടൈം എത്രയാണ്? 3 ആണ്. സോ അപ്പോൾ 8 + 3 11. ഓക്കെ, മനസ്സിലാവും. ഇനി ലാസ്റ്റ് ഉള്ളത് ഏതാണ്? P2 ആണ്. അപ്പോൾ P2 ആണ് ലാസ്റ്റ് എൻട്രി ആകുമ്പോൾ P2 ആണ്. സോ P2 എൻട്രാ. P2ൻ്റെ ബേഴ്സ്റ്റ് ടൈം 5 ആണ്. സോ 11 + 5 16. എങ്ങനെയാണ് ജാൻ ചാർട്ട് വരയ്ക്കണമെന്ന് പഠിച്ചല്ലോ. ഈ ജാൻ ചാർട്ട് SJFസിൽ വന്നപ്പോൾ എങ്ങനെയാണ് നമ്മൾ നോക്കിയത്? ആദ്യം അറൈവൽ ടൈം വെച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ എന്താ നമ്മൾ നോക്കിയത്? ബേഴ്സ്റ്റ് ടൈം ഇൻക്രീസ് ആവുന്ന രീതിയിലാണ് ജാൻ ചാർട്ട് കൊടുത്തത്. ഓക്കെ, ഇനി നമുക്ക് ടേബിൾ നോക്കാം. സോ നമ്മളിപ്പോൾ ജാൻ ചാർട്ട് വരച്ചു. ജാൻ ചാർട്ട് വെച്ച് നമുക്ക് CT പറയാമല്ലോ. CT ഒന്ന് നോക്കിക്കേ. ജാൻ ചാർട്ട് വെച്ച് CT എഴുതാം. P4ൻ്റെ CT എത്രയായിരിക്കും? 6. കംപ്ലീഷൻ ടൈമാണ്. കംപ്ലീഷൻ ടൈം 6. P1ൻ്റെത് 7. P3യുടേത് 8. P5യുടേത് 11. P2യുടേത് 16. തെറ്റിപ്പോയത്, കാരണം ഇവിടെ ഓർഡറിലല്ല ഗ്യാൻ ചാർട്ട് വരുന്നത്. നമ്മൾ ബേഴ്സ്റ്റ് ടൈം അനുസരിച്ച് നോക്കുമ്പോൾ ഓർഡറിൽ വരത്തില്ല. സോ ഗ്യാൻ ചാർട്ടിൽ ഉള്ളതുപോലെ ആയിരിക്കും കംപ്ലീഷൻ ടൈം നമ്മൾ എഴുതിയിരിക്കുന്നത്. ഇനി ഈ കംപ്ലീഷൻ ടൈം നമുക്ക് കിട്ടിയല്ലോ, ഇത് എങ്ങോട്ട് എഴുതുക? ടേബിളിലോട്ട് എഴുതുക. സോ ടേബിളിൽ നമ്മളപ്പോൾ എന്ത് ചെയ്യും? CTയുടെ അവിടെ P1ൻ്റെ CT എത്രയാണ്? 7. P2 16. P3 8. P4 6. P5 11. ഓക്കെ, CT നമ്മൾ ഫില്ല് ചെയ്തു. ഇനി നമുക്ക് ഫില്ല് ചെയ്യാനുള്ള എന്താണ്? TAT. നമുക്കറിയാം ടേൺ അറൗണ്ട് ടൈം നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തിയത്? നമ്മൾ ഇപ്പോൾ കണ്ടെത്തിയ CTയിൽ നിന്ന് എന്ത് കുറയ്ക്കണം? AT കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? TAT കിട്ടും. അതായത് CTയിൽ നിന്ന് AT കുറയ്ക്കണം. അതായത് 7 - 2 ആണ് P1ൻ്റെ TAT. 7 - 2 5. അടുത്ത് 16 - 1 15. 8 - 4 4. 6 - 0 6. 11 - 2 എത്ര ആയിരിക്കും? 11 - 2 9. സോ നമ്മളങ്ങനെ TAT ഫില്ല് ചെയ്തു. ഓക്കെ, TAT എങ്ങനെ ഫില്ല് ചെയ്യണമെന്ന് മനസ്സിലായല്ലോ. ഇനി WT, അതായത് വെയിറ്റിംഗ് ടൈം ഫില്ല് ചെയ്യാൻ പോവാണ്. വെയിറ്റിംഗ് ടൈം നമ്മൾ പറഞ്ഞു. എങ്ങനെയാണ് വെയിറ്റിംഗ് ടൈം? എന്താ? നമ്മളിപ്പോൾ കണ്ടെത്തിയ TATയിൽ നിന്ന് BT വേണം കുറയ്ക്കാൻ. അപ്പോൾ TAT 5 ആണ്, BT 1 ആണ് P1ൻ്റെ. സോ 5 - 1 4 ആണ് P1ൻ്റെ വെയിറ്റിംഗ് ടൈം. അടുത്ത് നെക്സ്റ്റ് 15 - 5 10. 4 - 1 3. 6 - 6 0. 9 - 3 6. മനസ്സിലായോ എങ്ങനെയാണ് WT? സിമ്പിളാണ് ചെയ്യുന്നത്. ജസ്റ്റ് മൈനസ് മാത്രമേ ചെയ്യാനുള്ളൂ. ഓക്കെ, ഇത് എളുപ്പമല്ലേ. ഇനി RT, അതായത് റെസ്പോൺസ് ടൈം. നമ്മൾ പറഞ്ഞു റെസ്പോൺസ് ടൈമും കംപ്ലീഷൻ ടൈമിലും ജാൻ ചാർട്ട് വെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ റെസ്പോൺസ് ടൈമിൽ നമുക്ക് എന്ത് വേണം? ജാൻ ചാർട്ട് നോക്കിയാൽ റെസ്പോൺസ് ടൈം കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് റെസ്പോൺസ് ടൈം നോക്കാം. അപ്പോൾ നമ്മുടെ ജാൻ ചാർട്ട് ഇതാണ് അല്ലേ. ഈ ജാൻ ചാർട്ടിൽ നിന്ന് നമുക്ക് റെസ്പോൺസ് ടൈം, ഏതിൻ്റെയൊക്കെ റെസ്പോൺസ് ടൈം കണ്ടെത്തണം? P4ൻ്റെ റെസ്പോൺസ് ടൈം, അതായത് സ്റ്റാർട്ടിംഗ് ടൈം. P4ൻ്റെ റെസ്പോൺസ് ടൈം 0 ആണ്. P4 അല്ലേ, 0 ആണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ നമുക്ക് ആദ്യം ഓർഡറിൽ വേണമെന്ന് നമുക്ക് P1 നോക്കാം. P1ൻ്റെ സ്റ്റാർട്ടിംഗ് ടൈം എത്രയാണ്? 6 ആണ് അല്ലേ. ഈ 6ൽ നിന്ന് നമുക്ക് എന്ത് കുറയ്ക്കണം? അറൈവൽ ടൈം കുറയ്ക്കുമ്പോഴാണ് നമുക്ക് റെസ്പോൺസ് ടൈം കിട്ടണം. അപ്പോൾ നമുക്ക് അറൈവൽ ടൈം കുറച്ച് നോക്കാം. ഉണ്ട്, റെസ്പോൺസ് ടൈം കണ്ടെത്താം. P1ൻ്റെ റെസ്പോൺസ് ടൈം കണ്ടെത്താം. അതിൻ്റെ സ്റ്റാർട്ടിംഗ് ടൈം 6 - 2 അറൈവൽ ടൈം 2 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 4 ആണ് റെസ്പോൺസ് ടൈം. അടുത്ത് P2ൻ്റെ നോക്കി. P2ൻ്റെ എത്രയായിരുന്നു സ്റ്റാർട്ടിംഗ് ടൈം? P2ൻ്റെ സ്റ്റാർട്ടിംഗ് ടൈം വന്നിട്ട് 11 ആയിരുന്നു. ഓക്കെ, P2ൻ്റെ സ്റ്റാർട്ടിംഗ് വന്ന ടൈം 11 ആണ്. ഞാൻ കാണിച്ചു തരാം. ഓക്കെ, P2ൻ്റെ സ്റ്റാർട്ടിംഗ് ടൈം എത്രയാണ്? 11 ആണ്. അപ്പോൾ 11 മൈനസ് നമ്മൾ 80 എത്രയാണ്? 2. അപ്പം നമുക്ക് എന്താ? 11 ആണ് സ്റ്റാർട്ടിങ്. 11 - 2 ആണോ 1 ആണോ? 11 - 1 10 ആണ് അപ്പോൾ അവിടുത്തെ റെസ്പോൺസ് ടൈം. അടുത്ത് P3യുടെ ആണെങ്കിൽ P3യുടെ കംപ്ലീഷൻ ടൈം എത്രയാണ്? 7 ആണ്. അപ്പോൾ 7 - 4 3. അടുത്ത് P4ൻ്റെ ആണെങ്കിൽ P4ൻ്റെ കംപ്ലീഷൻ ടൈം 0 ആണ്. അപ്പോൾ 0യിൽ നിന്ന് 0 ആണ് കംപ്ലീഷൻ. ഇത് നോക്കിയിട്ടല്ല, ജാൻ ചാർട്ട് നോക്കിയിട്ട് 0 ആണ്. 0യിൽ നിന്ന് ഏത് കുറയ്ക്കണം? 0 കുറയ്ക്കുമ്പോൾ 0. അടുത്ത് P5ൻ്റെ കംപ്ലീഷൻ ടൈം എത്രയായിരുന്നു? P5ൻ്റെ കംപ്ലീഷൻ ടൈം വന്നിട്ട് 8 ആയിരുന്നു. അപ്പോൾ 8 - 2 അറൈവൽ ടൈം 2 ആണ്. 8 - 2 6.
കണ്ടോ റെസ്പോൺസ് ടൈം കണ്ടെത്തിയുണ്ടോ? ഇങ്ങനെയാണ് റെസ്പോൺസ് ടൈം കണ്ടെത്തുന്നത്. ഇനി നമുക്ക് കണ്ടെത്താനുള്ള 80 നമുക്കറിയാം 80 എന്ന് പറഞ്ഞാൽ ആവറേജ് ടേൺ അറൗണ്ട് ടൈം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ ടേൺ അറൗണ്ട് ടൈം എല്ലാം കൂടി ആഡ് ചെയ്തിട്ട് ടോട്ടൽ നമ്പർ ഓഫ് പ്രോസസ്സ്, ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് പ്രോസസ്സ് എത്രയാണ് 5, ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 80 കിട്ടും. നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. 5 + 15 20 24 30 39 ആണ് കിട്ടിയത്. അപ്പോൾ 39 ഡിവൈഡഡ് ബൈ 5. ഓക്കെ, ഇനി AWT എന്ന് പറഞ്ഞാൽ ആവറേജ് വെയിറ്റിംഗ് ടൈം. ആവറേജ് വെയിറ്റിംഗ് ടൈം നോക്കിയാൽ, അതായത് ഈ വെയിറ്റിംഗ് ടൈം എല്ലാം ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പ്രോസസ്സ്. അപ്പോൾ ആഡ് ചെയ്ത് നോക്കാം. 4 + 10 14 14 + 3 17 17 + 6 23. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 23/5 എന്ന് കിട്ടും. സോ ഇതാണ് നമുക്ക് ഇവിടുത്തെ കിട്ടിയ ATT ആൻഡ് WT. മനസ്സിലായല്ലോ SDF ഷെഡ്യൂളിംഗ് എങ്ങനെയാണ് ചെയ്യണേന്ന്? ഓക്കെ.